ടണ്ടടേയ്. അങ്ങനെ നമ്മുടെ പാമ്പിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ട്ടാ. അങ്ങനെ അതും സംഭവിച്ചു. അപ്പോ നമ്മുടെ പാമ്പിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഈ നമുക്കിതിപ്പോ ഒരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ. 2 ദിവസം മുന്നേ, 4-5 ദിവസം മുന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞിറങ്ങാൻ തുടങ്ങിയത്. നമുക്ക് ഈ പാമ്പിനെ പരിചരിച്ചിട്ടുള്ള ഒരു പരിചയമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈ ആടിനെയും കോഴിനെയും പശുവിനൊക്കെ പരിചരിച്ചിട്ടുള്ള ഒരു പരിചയമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഇനി ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി വിശക്കോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കുറച്ച് മണ്ണീരനൊക്കെ പിടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനവർക്ക് വിശക്കുകയാണെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്നുള്ള നിലക്കാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരൊന്ന് റിലീസാക്കാൻ പോവാണ്. ഇതിൽ 8 മുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര വിരിഞ്ഞിക്കണമെന്ന് അറിയില്ല. ഇതിന്റെ അടുത്ത് കുഴഞ്ഞു മറിയണ കാരണം ഇത് എത്ര വെച്ചിരിക്കണമെന്ന് എണ്ണാനൊന്നും പറ്റുന്നില്ല. എന്തായാലും ഒരു നല്ലൊരു അനുഭവം ആയിട്ടുണ്ട് ഇത്. ഇതിൽ എത്ര വിരിഞ്ഞിക്കണം എന്നുള്ളത് ഇതിനെ റിലീസാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം. അപ്പോ നമ്മൾ ഈ വീഡിയോ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാല് ഭൂമിയിലെ ഉരക ജീവികളെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലക്കാണ് ട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ഇതുപോലുള്ള ജീവികളൊക്കെ കാണുകയാണെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. വനം വകുപ്പിനെ അറിയിക്കേണ്ടതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ വനം വകുപ്പിനെ അറിയിക്കുക. അവരെ നിർദ്ദേശം എന്താണെന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്യുക. ഇത് വിരിഞ്ഞിറങ്ങിയപ്പോ ഞാൻ വനവകുപ്പിനെ വിളിച്ചിരുന്നു ട്ടാ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് പാമ്പ് എന്ന് പറയുന്നത് ചേരക്കുഞ്ഞുങ്ങളാണ് ട്ടാ. ഇത് മറ്റു പാമ്പുകളൊന്നല്ല, ഇത് ചേരയുടെ കുഞ്ഞുങ്ങളാണ്. അത് പറയാൻ മറന്നുപോയി. അവർക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞത് ചേരല്ലേ, അപ്പൊ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ട് വിട്ടോളാനെ പറഞ്ഞത്. ഇപ്പൊ ചേരയുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുറന്നു തുടങ്ങി വലുതായതിനു ശേഷം കുട്ടികളൊന്നും കണ്ട് പേടിക്കണ്ട എന്നുള്ള നിരക്കാണ് ഇത് ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ടുവിടാൻ പോകുന്നത്. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോവാനുണ്ട്. അവരെ സ്വതന്ത്രമായ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിടുകയാണ്. നമുക്കങ്ങനെ 8 മുട്ടകളാണ് നമുക്ക് സംരക്ഷിക്കാൻ കിട്ടിയത്. നമ്മൾ എങ്ങനെ മുട്ട എവിടുന്ന് കിട്ടി എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കിട്ടുമ്പോൾ തന്നെ മൂർഖന്റെ മുട്ടകളാണെന്നൊക്കെ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ മുട്ടയുടെ സ്വഭാവമൊക്കെ മനസ്സിലായപ്പോൾ നമുക്ക് ചേരക്കുഞ്ഞുങ്ങളെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ വിരിഞ്ഞിറങ്ങിയപ്പോൾ അത് സംശയം തീർന്നു, ചേരക്കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെ തിരിച്ചറിയുന്ന പ്രത്യേക ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ കണ്ണുകൾ നല്ല വലിയ കണ്ണുകളായിരിക്കും. ചേരയുടെ കണ്ണുകൾ, ചേരക്കുട്ടികളുടെ കണ്ണുകൾ വലിയ കണ്ണുകളായിരിക്കും. തല ചെറുതായിരിക്കും. ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ശരീരമൊക്കെ ഏകദേശം മൂർഖന്റെ പോലെയൊക്കെ തന്നെ ഉണ്ടാവുക. പിന്നെ മൂർഖന്റെ കുട്ടികളാണെങ്കിൽ തന്നെ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അവർക്ക് പത്തികൾ ഉണ്ടാവും. ഇതിന് പത്തിയൊന്നും കാണുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചേരക്കുഞ്ഞാന്ന് മനസ്സിലായത്. പിന്നെ അറിവുള്ളവരോട് വിളിച്ച് അന്വേഷിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചേരക്കുഞ്ഞുങ്ങളാണ് നമുക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിത് തുറന്ന ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിടാൻ പോകുന്നത്. അങ്ങനെ നമ്മള് കുറച്ച് യാത്ര ചെയ്തിട്ട് നമ്മളൊരു വിജനമായ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. പാമ്പിനൊക്കെ വിടാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ. പ്രദേശത്തൊന്നും ആളുകളോ വീടുകളൊന്നും ഇല്ല. എന്തായാലും ഇനി ഇതിന്റെ ഉള്ളിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഇനി അടുത്ത് പേടിഞ്ഞ് വിടാൻ വന്നിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ക്യാമറ ആയിട്ടൊന്ന് അടുത്തേക്ക് പോരെ. നമുക്ക് നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മളോട് പല ആൾക്കാരും പുറത്തുനിന്ന് കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തായി പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ലപോലെ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കുറെ വ്യൂവേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ലപോലെ കാണിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ മക്കളെ, അപ്പൊ നിങ്ങളെ ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പോവാണ് കേട്ടാ. ബില്ലൊക്കെ അടച്ച് പോയാൽ മതി. 4-5 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും നിങ്ങൾ. എവിടെ വെച്ചൊന്ന് കണ്ടാന്ന് മെയിൻ ചെയ്യാട്ടാ. അല്ല കാക്കകൾക്കും കീരകൾക്കും കിട്ടേണ്ട മുട്ടായിരുന്നു. ഒക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ തന്നിട്ടുണ്ട്. ആ നന്ദിയൊക്കെ വേണേ. അപ്പൊ ഇനി വിടാൻ പോവാണ്. ഒന്ന് പോയി, 1 1 2 2 2 3 3. ക്യാമറക്ക് ഇതൊക്കെ കാണുന്നുണ്ടാണോ? 3 3 3 3. എവിടെ ബാക്കിയുള്ളവർക്ക് എന്ത് ഇത് വരി നേരില്ല. 4 4 4 5 5 6 6 6 പോയി കഴിഞ്ഞിട്ടാ. ഇനി അവിടെ 6 വിരിഞ്ഞുണ്ട് ഉറപ്പായി. ഇനി അവിടെ 8 മെമരി 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 7 7. 7 വിരിഞ്ഞു. ഇണ്ടാ കഴിഞ്ഞ ചിലപ്പോ ഒന്ന് കേടന്നുണ്ടാവും. അഞ്ചിൽ ഒന്നുകൂടി ഇട്ടാ.
അയ്യോ, 8ഉം വിരിഞ്ഞ്, മാഷാ അല്ലാ. ഓക്കെ ഓക്കെ, സന്തോഷം. അങ്ങനെ 8ഉം വിരിഞ്ഞിരിക്കുകയാണ് ട്ടാ. കണ്ടാ മുട്ടകളൊക്കെ നിങ്ങൾക്ക് മുട്ടയിടുന്നുണ്ടോ? അപ്പൊ സംഗതി കംപ്ലീറ്റ് സക്സസ് ആയിട്ടുണ്ട് ട്ടാ. ഓക്കെ. അപ്പൊ ഇത് കാണുന്നതിലിടക്ക് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യട്ടാ. അപ്പൊ ഈ ഹോളിലൂടെയാണ് ട്ടോ അത് വിരിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത്. ഒറ്റ ഹോളാണ്, ആ ഹോളിലൂടെയാണ് വിരിഞ്ഞിട്ട് വരുന്നത് ട്ടോ. ഇതിമ്മെ നിറയെ പുഴുകളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോ ഇതിന്റെ വിരിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുഴു രൂപപ്പെട്ടതാവും. ആ പുഴുവിനൊക്കെ ആവും ചിലപ്പോൾ അവർ ഭക്ഷിക്കുന്നുണ്ടാവുക. നമ്മൾ കൊടുത്ത മണ്ണിര മാത്രമൊന്നും ആവില്ല, അവർ ഈ പുഴുവിനൊക്കെ ഭക്ഷിച്ചിട്ടാവും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.